ബീച്ചിലേക്ക് നടന്നു പോകണം, അടിപൊളി ഫുഡ് കഴിക്കണം, അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യണം ഫാമിലിയുടെ കൂടെ. അങ്ങനെ പറ്റിയൊരു സ്പോട്ടായിരുന്നു പോണ്ടിച്ചേരിയിലെ ലേ പോണ്ടി റിസോർട്ട്സ്. സംഭവം കിടുക്കാച്ചിയായിരുന്നു കേട്ടോ. കയറി വന്നപ്പോൾ തന്നെ അടിപൊളി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത് നമ്മളുടെ ബേക്കലിലുണ്ടായിരുന്ന ലളിത്തിൻ്റെ ഒരു ആംബിയൻസ് ആയിരുന്നു, അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ. പക്ഷേ എല്ലാം കൊണ്ടും ഭയങ്കര ആക്സസിബിളായിരുന്നു, നല്ല അടിപൊളി. അവിടുത്തെ ഇൻറ്റീരിയറും അവരുടെ ആർക്കിടെക്ചറും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറേ തെങ്ങുകളുമൊക്കെ ആയിട്ട് ഫുൾ ഗ്രീൻ ലൈറ്റ്, ഒരു സൈഡിൽ കായൽ, അപ്പുറത്തെ സൈഡിൽ ബീച്ച്, ഇതിൻ്റെ നടുവിൽ ഇവരുടെ റിസോർട്ടൊക്കെ ആയിട്ട് എന്തോ ഭയങ്കര ഒരു നമ്മളൊരു വേറെ തന്നെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ അവർ നമുക്കൊരു ജ്യൂസൊക്കെ തന്നു. പിന്നെ നമ്മൾ റൂമിലേക്കൊക്കെ പോയി. നമ്മൾ റൂമിൻ്റെ പുറത്ത് ഇരുന്നിട്ട് ഇവിടെ തന്നെ ഫുൾ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന നട്ടുച്ച ആയതുകൊണ്ട് നല്ല ചൂടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂമിൽ അത്യാവശ്യം സ്പേസസ് ആയിരുന്നു. മോൾക്കൊരു എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് വന്ന ഒരു ഡ്രസ്സിങ് ഏരിയ, ഒരു കോട്ടയാട് പോലെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബാത്റൂമായിരുന്നു. അതൊക്കെ അത്യാവശ്യം എല്ലാം നല്ല ആംബിയൻസ് നല്ലതായിരുന്നു. വാക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ റിസോർട്ടിൽ നിന്ന് ബീച്ചിലേക്ക്. പിന്നെ ഈ 3 വന്നിരിക്കുന്നതേ വെള്ളത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴും ഒരു സൺസെറ്റ് കാണില്ല, നമുക്ക് സൺറൈസാണ് ആക്ച്വലി പോണ്ടിച്ചേരിയിൽ കിട്ടുക. ബീച്ചിൽ തകർത്ത് അവിടുന്ന് നമ്മൾ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് തിരിച്ചിറങ്ങും കടലിൽ നിന്ന് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കേണ്ട അവസ്ഥയായപ്പോഴാണ് ഇവരെല്ലാവരും കൂടെ തിരിച്ച് കയറിയത്. അതുവരെ അവിടെ കിടന്ന ആർമാദം.com ആയിരുന്നു. അത് കഴിഞ്ഞ് പൂൾ, നേരെ ബീച്ചിൽ പോവുക, കളിക്കുക, അവിടുന്ന് നേരെ ഒരു ഷവർ എടുക്കുക, നേരെ പൂളിലോട്ട് ചാടുക. അങ്ങനെ പൂളിൽ അടുത്ത ആർമാദം അവിടെ ഫുൾ തകർത്ത് കളിച്ച് കഴിഞ്ഞ് ഡിന്നർ ഇപ്പം ക്ലോസ് ആവുന്നുള്ള സമയമായപ്പം അവിടുന്ന് കുളിച്ച് നേരെ മാറ്റി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവിടെ ഓൾമോസ്റ്റ് സാലഡ് സെക്ഷനൊക്കെ ഒരുവിധം പകുതിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർ റീഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ബുഫേ ആയിരുന്നു കേട്ടോ. 1350 അങ്ങനെ എന്തോ ആയിരുന്നു പെർ ഹെഡ് ഒരാൾക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഇതിൻ്റെ ഹാഫും ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അത്രയും നല്ല കേരള ഡിഷസും ഇതിൽ കുറേ കേരള കുക്സ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കുറേ നമുക്ക് കേരള ഫുഡ്സ് ഉണ്ടായിരുന്നു. കറികൾക്കുമൊക്കെ ഒരു നല്ലൊരു ഒരു കേരള ടച്ച് കുറേ ഡിഷസിനുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം എല്ലാ നമുക്ക് വേണ്ട എല്ലാ ഡിഷസും അവിടെ സാലഡ് സെക്ഷനിലാണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ഇത് കണ്ടൽ ആർഭാടമാണെന്ന് തോന്നും. പക്ഷേ ഒരു തമാശയ്ക്ക് ഇങ്ങനെയുണ്ട്, ഞാൻ കഴിച്ചിട്ട് വെറുതെ കൊടുത്തു നോക്കിയതാണ്. പക്ഷേ തിരിച്ച് തന്നില്ല, അത് പോട്ടെ, വേറെ കാര്യം. ഇങ്ങനെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, എന്തൊക്കെയോ ചിക്കൻ കബാബുകളും ഇതും സാലഡ് സെക്ഷനിൽ കേക്ക്, ഐസ്ക്രീം, എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബുഫേക്ക് പോകുന്നതിൻ്റെ ഒരു ഡബിളായിട്ടുള്ള പല ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. ഇറ്റാലിയനിലാണെങ്കിലും എല്ലാ ടൈപ്പിലുമുള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞേരം ഇവർ ഇരുന്നിട്ട് ചെസ്സ് കളിക്കുന്നുണ്ട്. എന്താണാവോ കളിക്കുന്നത്, അവർക്ക് തന്നെ അറിയുമെന്ന് എനിക്കറിയില്ല. പിന്നെ രാവിലെ എത്ര എണീറ്റാലും വിളിച്ചാലും എണീക്കാത്ത എൻ്റെ മക്കൾ, സ്കൂളിൽ പോകാൻ മടിയുള്ള എൻ്റെ മക്കൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോണ്ടിച്ചേരി വന്നിട്ട് രാവിലെ 6 മണിക്ക് എണീറ്റിൽ ബീച്ചിൽ പോയിരിക്കുന്നു. പിന്നെ അവിടെ രാവിലെ ഫുള്ളിരുന്ന് തകർത്ത് ഒരു 9 മണി വരെ ബീച്ചിൽ കളിച്ച് കഴിഞ്ഞ് നേരെ തിരിച്ച് വന്ന് പൂളിൽ കളിച്ച് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ആയിരുന്നു കേട്ടോ. അടിപൊളി പുട്ടും കടലക്കറിയും, ഇഡ്ഡലി, സാമ്പാർ, ദോശ, ടപ്പ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ്, അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്, സോസേജസ്, കോൺഫ്ലേക്സ്, ടപ്പേ ഓംലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് അടിപൊളിയായിട്ട് നമ്മളുടെ ഒരു സ്റ്റേക്കേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തു. ഫാമിലിയുടെ കൂടെ ഒരു 1 ഡേ വെൽ സ്പെൻറ്റ് ഒരു വെക്കേഷനായിരുന്നു. അതിന് പോണ്ടിച്ചേരി പോകുന്നുണ്ടെങ്കിൽ ഇത് ഓപ്റ്റ് ചെയ്യാം. അവർക്ക് ചില ദിവസങ്ങളിൽ നല്ല ഓഫറിൽ കിട്ടും. അപ്പോൾ അത് ഡേറ്റ് നോക്കിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എൻജോയ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവേ എല്ലായിടത്തും പോയി കഴിയുമ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ എന്തോ ലേ പോണ്ടി എൻ്റെ മനസ്സ് കവർന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.